നമസ്കാരം. ML ഡീകോഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രസന്നൻ വിത്തനിൽ തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത് റോഷൻ മാത്യുവും ദർശനയും പ്രധാന വേഷത്തിലെത്തുന്ന മലയാളം ചിത്രമാണല്ലോ പാരഡൈസ്. ചിത്രം ഇന്ന് ജൂലൈ 26-ന് മനോരമ മാക്സ് വഴി റിലീസ് ചെയ്തിട്ടുണ്ട്. നവാഗതനായ കൃഷ്ണദാസ് മുരളി തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത് സായ് കുമാറും ഷൈജു കുറുപ്പും പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഭരതനാട്യം. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നു. ചിത്രം ഓഗസ്റ്റ് 23-ന് തിയേറ്ററുകളിലെത്തും. ഷൈജു കുറുപ്പ് എന്റർടൈൻമെന്റ്സ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നവാഗതനായ കൃഷ്ണ ടോമി തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത് ഉർവശിയും പാർവതി തിരുവോത്തും പ്രധാന വേഷങ്ങളിലെത്തിയ ഏറ്റവും പുതിയ മലയാളം ചിത്രമാണല്ലോ ഉള്ളൊഴുക്ക്. തിയേറ്ററുകളിൽ നിന്ന് കാര്യമായ വിജയം നേടാതെ പോയ ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നു. ചിത്രം ഇന്ന് ജൂലൈ 26-ന് സിംപ്ലി സൗത്തിലൂടെ റിലീസ് ചെയ്തിരിക്കുന്നു. നവാഗതരായ എബി ട്രേസ പോളും ആൻഡോ ജോസ് പെരേരയും ഒന്നിച്ച് തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ഷെയ്ൻ നിഗവും മഹിമ നമ്പിയും പ്രധാന വേഷത്തിലെത്തിയ ഏറ്റവും പുതിയ ചിത്രമാണല്ലോ ലിറ്റിൽ ഹേർട്സ്. ആരാധകർ കാത്തിരിക്കുന്ന ഒരു OTT റിലീസാണ് ലിറ്റിൽ ഹേർട്സിന്റെ. എന്നാൽ ചിത്രത്തിന്റെ OTT അവകാശം നിലവിൽ ആരും തന്നെ സ്വന്തമാക്കിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മോഹൻലാൽ തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത് ആശീർവാദ് സിനിമാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാളം ചിത്രമാണ് ബറോസ്. ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും ആരാധകർ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. 3Dയിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ചിത്രം സെപ്റ്റംബർ 12-ന് തിയേറ്ററുകളിൽ എത്തുന്നു എന്ന ഒഫീഷ്യൽ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ സിനിമ റിലേറ്റഡ് വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.